കോർപ്പറേഷൻ, മുനിസിപ്പൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് കൊച്ചിയിലെ UDFന്റെ പ്രകടന പത്രിക പുറത്തെടുക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷമുണ്ട്. കൊച്ചി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാന പട്ടണമാണ്. കേരളത്തിന് പുറത്ത്, വിദേശത്തും നമ്മുടെ രാജ്യത്തിനകത്തും വളരെയേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു പട്ടണം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള വിദേശികളും സന്ദർശിക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രഗത്ഭമായിട്ടുള്ള പട്ടണം. ആ പട്ടണത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് UDF ഇന്ന് ഒരു പ്രകടന പത്രികയുമായി വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകടന പത്രിക പുറത്തിറക്കുക എന്നത് ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഴത്തിൽ പഠിച്ച് അവരുടെ വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നാളേക്കുള്ള കൊച്ചിയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം എന്ന ചിന്താഗതിയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലിയർ ഡോക്യുമെന്റാണ്. ഈ ഡോക്യുമെന്റ് അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന UDF ഭരണസമിതി മുന്നോട്ട് പോവുക. കാരണം നമുക്കിപ്പോൾ നേരത്തെ ഇവിടെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ ഈ വളരുന്ന കൊച്ചി, അതിവേഗത്തിൽ വളരുന്ന കൊച്ചി എല്ലാ രീതിയിലും, ആ കൊച്ചിയുടെ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുന്ന കാലത്ത് അന്നത്തെ UPA ഗവൺമെന്റ് പ്രഖ്യാപിച്ച് തുടങ്ങിവെച്ച പദ്ധതികളുടെ തുടർച്ചയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും വലിയൊരു അനാസ്ഥ കൊച്ചി പട്ടണത്തോട് എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ എറണാകുളവും കൊച്ചിയും ഭൂരിപക്ഷവും UDFന്റെ ജനപ്രതിനിധികളെ വിജയിപ്പിക്കുന്നുകൊണ്ടാണ്. പക്ഷെ കൊച്ചി എങ്ങനെയാണോ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഈ പട്ടണത്തിനെ ആ പട്ടണത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കാനും മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ എന്ത് പദ്ധതിയാണ് പിണറായി ഗവൺമെന്റ് കൊച്ചിക്ക് നൽകിയത്? നൽകിയിട്ടില്ല. നൽകിയെന്നവർ പറയട്ടെ. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ, ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ, അത് ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയാലും സ്മാർട്ട് സിറ്റി ആയാലും നേരത്തെ എയർപോർട്ടായാലും ഇതെല്ലാം, ഈ വൻകിട പദ്ധതികളെല്ലാം കൊച്ചിക്ക് സംഭാവന ചെയ്ത്, കൊച്ചിയുടെ മുഖം മാറ്റിയ പദ്ധതികൾ സംഭാവന ചെയ്തത് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോഴാണ്. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് തുടങ്ങി. അതുപോലെ ആ തുടങ്ങിയ പദ്ധതികൾ പോലും ഫലപ്രദമായി, മെട്രോയുടെ എക്സ്റ്റൻഷൻ പോലും ഫലപ്രദമായി പൂർത്തീകരിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കൊച്ചിയെ അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടം സംസ്ഥാന സർക്കാർ കൊച്ചിക്ക് ആവശ്യമുള്ള, കൊച്ചി അർഹിക്കുന്ന ഒരു വികസനം നടപ്പിലാക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ വെള്ളക്കെട്ടിന്റെ പ്രശ്നം, ഈ പട്ടണത്തിൽ 3 ദിവസം മഴ പെയ്താൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. ശാസ്ത്രീയമായ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അവർക്ക്? ഇല്ല. മാലിന്യ നിർമ്മാണം നമ്മൾ കണ്ടു, ബ്രഹ്മപുരം കത്തുന്നത് കണ്ടു, ആളുകൾ ജീവനം കൊണ്ടുവിടുന്നത് കണ്ടു. മാലിന്യ നിർമ്മാണ രംഗത്ത് ശാസ്ത്രീയമായിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ നാട്ടിൽ കൊച്ചിയെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് കർമ്മ പരിപാടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആവിഷ്കരിച്ചു, സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചു? എന്തിന്? പട്ടികശല്യം കൊണ്ട് രാജ്യത്ത് നടക്കാൻ പറ്റുന്ന ആളുകൾ നേരത്തെ പറയുണ്ടായി. വിദേശി വന്നാൽ പോലും പട്ടികയിടുന്ന അവസ്ഥയാണ് കൊച്ചിയിലുള്ളത്. ABC സ്കീം പോലും ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വ്യക്തമായിട്ടും വാക്ക് കൊടുത്തുകൊണ്ട് കൊച്ചിയെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള മാസ്റ്റർ പ്ലാനോടുകൂടി ടൈം ബൗണ്ടായി ഡെവലപ്മെന്റ് പൂർത്തീകരിക്കുന്ന ഒരു സ്മാർട്ട് സിറ്റി, കംപ്ലീറ്റ് സ്മാർട്ട് സിറ്റിയാക്കി കൊച്ചിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനും ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റാനുള്ള ഗതാഗത സൗകര്യങ്ങൾ, റോഡുകൾ എല്ലാം വികസിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാനുള്ള പദ്ധതികളിനകത്തുള്ള വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അത് തയ്യാറാക്കിയ UDFന്റെ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. വളരെ ചർച്ചകൾക്ക് ശേഷം, എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം
ഫലപ്രദമായിട്ട് ജനങ്ങളുമായി ഇന്ററാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രകടനവൃത്തിയാണ്. ജനങ്ങളുടെ മുമ്പാകെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കൂട്ടി ഒതുക്കിയാണ് UDF. കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പകരം കൊച്ചിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മാറുന്ന കൊച്ചിക്ക് അനുക്രമമായിട്ട് ആ മാറുന്ന കൊച്ചിക്ക് വേണ്ടി വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാൽവെപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് പിന്തുണ വേണമെന്നാണ് പറയുന്നത് UDF. അതിന് എല്ലാവരും പിന്തുണക്കുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഒന്നിനു പോലും മറുപടി കിട്ടുന്നില്ല. നമ്മൾ ആദ്യം മുതലേ ആരോപിക്കുന്ന കാര്യം, കേരളത്തിലെ പിണറായി ഗവൺമെന്റ് മോദി ഗവൺമെന്റിന്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. ഒരു BJP സർക്കാരിനേക്കാൾ ആത്മാർത്ഥതയോടെ മോഡിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ഇത് വെറുതെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ സഹിതം ഓരോ ഘട്ടങ്ങളിലായി ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. PMC പദ്ധതി വന്നപ്പോൾ അതിൽ കാണിച്ച തിടുക്കം, സ്വന്തം മന്ത്രിസഭാംഗങ്ങളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒളിച്ചുപോയി ഒപ്പിട്ട് കൊടുത്ത കാര്യം, CPIയുടെ പിന്നീട് എതിർപ്പ് വന്നപ്പോൾ അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു കത്തയച്ചിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട കാര്യം ഒരു കത്തയച്ചിട്ട് മാറ്റിവെക്കാനുള്ള നാടകങ്ങൾ. CPI ആയതുകൊണ്ട് കണ്ണിൽ പൊടിയിടുമ്പോൾ ആ പൊടി സ്വീകരിച്ചവർ നെത്തുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ PMC പദ്ധതി നടപ്പിലാക്കുന്ന അജണ്ട എവിടെ നിന്നുണ്ടായതാണ്? CPMന്റെ ഏത് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചതാണ്? ഏത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചതാണ്? ഏത് CPM സെക്രട്ടറിയിൽ അംഗീകരിച്ചാണ് PMC നടപ്പിലാക്കിയിരിക്കുന്നത്? ലേബർ കോഡ് വന്നിരിക്കും. വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും ഞാൻ വിനീതമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നു. എല്ലാ രീതിയിലുള്ള തൊഴിലുകളും ചെയ്യുന്നവർ, അവരെ എല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിനാശകരമായിട്ടുള്ള ലേബർ കോഡ് കൊണ്ടുവരാൻ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനമാണ്, ഏത് തീരുമാനത്തിന്റെ അടിസ്ഥാനം നടപ്പിലാക്കിയിട്ടുള്ളത്? CPM പാർട്ടി കോൺഗ്രസോ സെക്രട്ടേറിയറ്റോ അവരുടെ സംസ്ഥാന സമിതിയോ അംഗീകരിച്ചതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AITUCയും CITUയും അടക്കം INTUC ഓട്ടോമാറ്റിക്കലായിട്ടുണ്ട്. PMS ഒഴിച്ചുള്ള എല്ലാ സംഘടനകളും എതിർക്കുന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന് ഒരു പദ്ധതിയുണ്ട്. അവരുടെ നയങ്ങളെല്ലാം അഡാനിക്ക് വേണ്ടിയുള്ള നയങ്ങളാണ്. അഡാനി ആര് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ നിരോധിക്കും. അഡാനി ആര് പണിമുടക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണിമുടക്കണ്ട. അപ്പൊ അദാനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ നയമാണ് കേന്ദ്രം മോഡി നടപ്പിലാക്കാൻ പോകുന്നത്. ഞങ്ങൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഇതിനകത്ത് ബേസിക്കലായിട്ടുള്ള കാര്യം, തൊഴിൽ നയങ്ങളും തൊഴിൽ കോഡുകളൊക്കെ നടപ്പിലാക്കുമ്പോൾ ബേസിക്കലായി ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോടും തൊഴിലാളി സംഘടനകളോടും ആലോചിക്കുക എന്ന് പറയുന്നത് മര്യാദ ഒരു കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അത്ഭുതം, വിചിത്രം എന്താണ്? കേന്ദ്ര സർക്കാർ മനസ്സിലാക്കാം, അവർ ജോലി ചെയ്യുന്നത് അദാനിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വിചിത്രമായിട്ട് തോന്നുന്നത്, ഒരു മുഴം മുമ്പേ കേന്ദ്ര സർക്കാരിൽ നടപ്പിലാക്കാൻ പോകുന്ന വാർത്ത കേൾപ്പോൾ തന്നെ ലേബർ കോഡ് കരടുമായിട്ട് കേരളം വന്നിരിക്കുകയാണ്. സമാധാനം CPMനെ വിശ്വസിച്ച് വർഷങ്ങളായി ചുവന്ന കൊടി പിടിക്കുന്ന CITU തൊഴിലാളികൾ, അതല്ലെങ്കിൽ AITUC തൊഴിലാളികൾ CPI വിശ്വസിക്കുന്ന, അവരോട് ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങളുടെ ഗവൺമെന്റാണോ? കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലാളികൾ, വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ കുച്ചിവിലങ്ങിടുന്ന ഒരു കോഡ് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? നിങ്ങൾക്ക് ഈ കോഡിനകത്ത് രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ നയം, BJPയുടെ നയം, മോഡിയുടെ നയം എന്താണോ അത് BJP ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്നതിന് മുൻപാകെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത, ഇത് കൃത്യമായ ഡീലിന്റെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല. അതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരേണ്ട ചോദ്യമല്ലേ? കേരളം പോലെ ഇത്രയും പ്രോഗ്രസീവായ ഒരു സ്റ്റേറ്റിൽ ലേബർ മൂവ്മെന്റുകളെയും
തൊഴിലെടുക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും ഏറ്റവും മുന്നിൽ നിന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ്? ദേശീയപാതയിലെ അഴിമതി നിങ്ങൾ തൊട്ടടുത്ത അരൂരിൽ കണ്ടു. എന്റെ മണ്ഡലമാണ്. ഒരാളുടെ ജീവൻ അപകരിച്ച അപകടം. അവിടെയല്ല കൂലിയാട് ആരംഭിച്ചു, റോഡ് മുഴുവൻ തകർന്നു പോകണം. എല്ലായിടത്തും ദേശീയപാതയിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ഒരു കരാർ കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്താൻ ദേശീയപാത അതോറിറ്റി തയ്യാറായി. കൂലിയാട് അവർ തയ്യാറായില്ല. പക്ഷെ ഇവിടെ വീണ്ടും ശക്തമായി വന്നു പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് അത് തയ്യാറായത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പരാതിയില്ല. ദേശീയപാതയിൽ നടക്കുന്ന ഈ അഴിമതിയെക്കുറിച്ച് പരാതി പറയേണ്ട സംസ്ഥാന സർക്കാർ പരാതി പറയുന്നില്ല. ജനങ്ങളെ മുഴുവൻ എറണാകുളത്ത് തന്നെ സ്ഥിതിയാണ്. നമ്മുടെ കൊച്ചിക്കാരെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഫ്ലൈ ഓവറില്ല, അണ്ടർപാസുകളില്ല, ആവശ്യമുള്ളതൊന്നുമില്ല. ആവശ്യമില്ലാത്തടത്ത് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ട് ഒറ്റ ചേഞ്ചും വരുത്താൻ പാടില്ല. അതായത് സമയത്തിന് പൂർത്തി ആകെ ഒറ്റ കണ്ടീഷനാണ് ഇതിപ്പോ പൂർത്തിയാക്കണം. അവിടെ അഴിമതി മുടിവെക്കപ്പെടുന്നു, നാട്ടുകാരുടെ ഡിമാൻഡുകൾ ഇല്ലാതാക്കുന്നു. ഇതാണ് CPM. അപ്പൊ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ ഓരോ നിയമങ്ങളെടുത്തോ കേന്ദ്രവുമായിട്ടുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ വ്യവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പ്രകടമായി ഫീൽഡിൽ കാണാം. ഇതാണ് കേരളത്തിൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റാതെ വണ്ണം ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലായിടത്തും നല്ല എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി വിശകലനം ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് നല്ല മുന്നേറ്റം ഉണ്ടാകും. കാരണം സ്ഥാനാർത്ഥികൾക്ക് പരാതികളില്ല, പരിഭവങ്ങൾ വളരെ കുറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. കാരണം ഒരു ലക്ഷ്യബോധത്തോടുകൂടി UDF ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ജനങ്ങൾ മടുത്ത് കഴിഞ്ഞ 9.5 വർഷമായി മടുത്തിരിക്കുന്നു. ഇപ്പൊ ശബരിമല പ്രശ്നം ഒരു വിഷയമല്ലാതാക്കി മാറ്റാനാണ് ശ്രമം. ആകെ പേടി CPM പണി ശബരിമല വിഷയം ചർച്ച ചെയ്തത്. എല്ലാവരും നമ്മളോട് ചോദിക്കും, ശബരിമല വിഷയം ചർച്ച ചെയ്തു. ചർച്ച ചെയ്യണ്ടേ? ഞാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കുറഞ്ഞ കാലം. ശബരിമലയിൽ ഒരു സീസൺ തുടങ്ങുമ്പോൾ അറിയുന്നവർക്കെല്ലാം അറിയാം, 16 തവണയാണ് ആ ഒരു സീസണിൽ മാത്രം മല ചവിട്ടിയത്. ഒരുക്കങ്ങൾ പരിശോധിക്കുക. ഇപ്രാവശ്യം നിങ്ങൾ എന്താ കണ്ടത്? ശബരിമലയിൽ അതിന് 3-4 ദിവസം 41 ദിവസം വ്രതമെടുത്ത് അയ്യനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളക്കാർ മാത്രമല്ല, അവര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്, അവർ തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ട്, ആന്ധ്രയിൽ നിന്നൊക്കെ. കേരളക്കാർ പ്രാഥമിക സൗകര്യങ്ങൾ പോലും കിട്ടാതെ വളരെ സാധാരണഗതി നിങ്ങൾ മനസ്സിലാക്കണം. 41 ദിവസം വ്രതമെടുത്ത് പോകും അയ്യപ്പനെ കാണാതെ മടങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അവരെതിനപ്പുറം മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ വേറെയില്ല. അങ്ങനെ മടക്കി വരേണ്ട സാഹചര്യം ശബരിമല ഉണ്ടായി. ഇത് 2 ഘട്ടങ്ങളിലാണ് ഉണ്ടായത്. ഒന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2019 അവിടെ അലങ്കോലമാക്കിയപ്പോൾ അന്നും ഒരുപാട് പേര് മല ചവിട്ടിയിട്ടും അയ്യനെ കാണാതെ മടങ്ങി. ഇപ്പോഴും ഇത് ആവർത്തിച്ചു. സാധാരണ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മീറ്റിംഗ്, ദേവസ്വം മന്ത്രിയുടെ ഡസൻ കണക്കിന് റിവ്യൂ മീറ്റിംഗ്. കാരണം ശബരിമലയിലെ ഒരുക്കങ്ങൾ നടക്കുന്ന വിവിധ ഏജൻസികളാണ്. PWD ഉണ്ട്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഒരുപാട് ഏജൻസികൾ. അപ്പൊ ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രിക്കാതെ ഇത് നടക്കുള്ളൂ. അതാണ് സാധാരണ അതിനുള്ള ഒരു കമ്മിറ്റി ഉണ്ട്, റിവ്യൂ നടത്താറുണ്ട്, ഓരോ ഘട്ടങ്ങളിലും ഇടപെടാറുണ്ട്. ഒന്നും നടക്കും. ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചത്. അതിന്റെ കാരണം പറഞ്ഞിട്ടാണ് പറഞ്ഞത് റിവ്യൂ മീറ്റിംഗ് നടത്താൻ പറ്റി. അപ്പൊ അവർക്ക് ഭക്തജനങ്ങളുടെ തീർത്ഥാടകരുടെ ക്ഷേമം ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അതിനിടയിലാണ് 2019 നടന്ന ഈ ഭീകരമായ കൊള്ള. അത് കൊള്ള എന്നുള്ളത് വാസ്തവമായ കാര്യം. പക്ഷെ കൊള്ളയേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. ശ്രീകോവിലിന് മുന്നിലുള്ള സ്വർണ്ണപ്പാളിയും കട്ടളയും എടുത്തുകൊണ്ടുപോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും കാര്യമില്ല. ഇതിലൊന്നും ആ ഒരു ചിന്തയില്ല. നിങ്ങൾ വിശ്വാസിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എന്ന ബോധ്യമുണ്ടാക്കാൻ
ദേവസ്വം ബോർഡിന്റെ ഒത്താശയോടുകൂടി സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഏറ്റവും ഭീകരമായ കടന്നാക്രമണമാണ്. ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നു എന്നാണ് നിങ്ങൾ ആലോചിക്കുക. ഹൈക്കോടതി കേസ് അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കൊച്ചി അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ശബരിമലയിൽ ഇത് കടത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഹൈക്കോടതിയാണ് SIT നിയമിച്ചത്. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നതും SIT ഹൈക്കോടതിക്കാണ്. മറുപടി പറയണം. ഈ കൊണ്ടുപോയ സ്വർണം എപ്പോഴാണ് തിരിച്ചു കിട്ടുക? തിരിച്ചു കിട്ടിയാൽ അതിന് വാല്യൂ ഒന്നുമില്ല. കാരണം ഇത് പലർക്കും പ്രദർശിപ്പിക്കാം. പക്ഷെ എന്നാണ് തിരിച്ചു കിട്ടുക? അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ടുപോയത് ആ കട്ടുകൊണ്ടുപോയത് എന്നാണ് ഇത് തിരിച്ചെടുക്കുക? മറുപടിയില്ല. ഇതിന് നേതൃത്വം കൊടുത്ത ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കെതിരെ നടപടിയുണ്ടോ? ഇല്ല. അത് വിഷയമേ അല്ല. അതൊരു വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയം പോലും അല്ലാന്നാണ് CPM പറയുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ സാധാരണ പറയാറുള്ള ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ജനങ്ങൾ അതും മനസ്സിലാക്കുന്നുണ്ട്. ഇതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ചരിത്രത്തിലെ വിമതശല്യം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിപ്പോ എല്ലായിടത്തും റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ ഒരു 2% സ്ഥലത്ത് പോലും വിമതരില്ല. ഞങ്ങൾക്ക് വോട്ടുകളെടുക്കാൻ നേരത്തെ ഞാൻ പറയുന്നത് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ വളരെ കുറഞ്ഞ ശല്യമാണ്. ഒരു ജനാധിപത്യ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ താരതമ്യേന വിമതശല്യം കുറവുള്ള എന്നാൽ യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ള ഒരു പട്ടികയാണ്. എന്ന് വെച്ചാൽ ഇനിയും യുവാക്കൾക്ക് കൊടുക്കണമായിരുന്നു എന്നുള്ള ആഗ്രഹം വന്നാൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല. അവർക്ക് കൂടുതൽ അർഹതപ്പെട്ടവർക്ക് കൂടുതൽ കൊടുക്കാമായിരുന്നു. പക്ഷെ മറ്റു പല സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് പറ്റാവുന്ന രീതിയിൽ തന്നെ യുവാക്കൾക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താരതമ്യേന പരാതിരഹിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ ആദ്യം മുതൽ എടുത്ത തീരുമാനമുണ്ട്. മുകളിൽ 4 ഇടപെടലാണ്. അപ്പൊ അങ്ങനെ ഇടപെടാത്തതുകൊണ്ട് വാർഡുകളിൽ നിന്ന് വരുന്നതാണ് പിന്നെ ഗുണമെന്ന് പറയുന്നത്. അതനുസരിച്ചുള്ള പട്ടികയാണ് വന്നിരിക്കുന്നത്. അതുള്ള പ്രശ്നമാണ്. അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റി കോൺഗ്രസിന്റെ നിലപാട് എന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് പ്രഖ്യാപിതമായ നയമുണ്ട്. ആ നയത്തിനൊരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പ്രാദേശികമായിട്ട് പിന്നെ ആരുടെയും സഹായം ഏതെങ്കിലും പാർട്ടിയുടെ സഹായം കിട്ടുമ്പോൾ പ്രാദേശികമായിട്ട് ഞങ്ങളുടെ പോളിസിയിലും നയത്തിലും ഒരു മാറ്റം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു ബന്ധം ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൻസർ പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് കൃത്യമാണ്. ഞാൻ പറഞ്ഞു അതറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളുടെ ആ ഉദ്ദേശത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റില്ല. ക്ലിയറായ ഉത്തരവാണ്. ക്ലിയറായി എന്റെ ആദ്യം അടക്കാൻ താങ്കൾ ഈ സമ്മേളനം ഉപയോഗിക്കുകയാണോ? എന്റെ ആദ്യം അടക്കലാണോ താങ്കളുടെ ഉദ്ദേശം? സമ്മേളനത്തിന്റെ എന്റെ എനിക്ക് ആദ്യം കുറവാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയത്തില് യോജിക്കേണ്ടവരുമായിട്ടും യോജിക്കാത്തവരുമായിട്ടും ഞങ്ങൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് ശരിയാണ്. ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. ഇനി അതിന്റെ ഉത്തരവില്ല. അടുത്ത ചോദ്യം ഉണ്ടോ? പറയാം. ഞാൻ പറഞ്ഞു സഹോദര ഉത്തരം പറഞ്ഞു. അല്ല, അതെന്തുകൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾ SIR ഉന്നയിച്ചത് ഡിസംബർ 13 റിസൾട്ട് വരുന്നത്. 13 മുതൽ ഒരാഴ്ചക്കാലമെങ്കിൽ മിനിമം ഈ ഫോർമേഷൻ ഉണ്ടാവും. പഞ്ചായത്തുകളുടെ ഫോർമേഷൻ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ, ഫോർമേഷൻ ആണെങ്കിൽ മേയർ ഡെപ്യൂട്ടി മേയർ ഇലക്ഷൻ, ഇതൊക്കെ നടക്കും. സത്യത്തിൽ ഡിസംബർ മാസം മുഴുവൻ തന്നെ ആ 25 ക്രിസ്മസിന്റെ അവധിക്കാലവും ന്യൂ ഇയറിന്റെ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താണ് കൃത്യമായിട്ട്? കേരളത്തിൽ SIR നടപ്പിലാക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. എല്ലാ ഘട്ടത്തിലും ഇതൊരു വിപുലമായ പ്രക്രിയയാണ്. ഇത് കേവലം ഒരു ടൈം ലിമിറ്റിന്റെ പുറത്ത് പൂർത്തീകരിക്കേണ്ട പ്രക്രിയ അല്ല. കാരണം ജനങ്ങളുടെ അടുത്ത് 2002 വോട്ടർ പട്ടികയുമായി പോയി ഡിലീഷനും അതുപോലെ തന്നെ അഡീഷനും നടപ്പിലാക്കണമെങ്കിൽ സമയമെടുക്കും.
അതുകൊണ്ട് സമയം നീട്ടിക്കിട്ടണമെന്ന് പറയും. കോടതിയിൽ ആ കേസ് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ കോടതിയുടെ മുന്നിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എടുത്ത ഒരു തന്ത്രമാണ് ഈ നീട്ടിവെക്കല്. ഒരാഴ്ചയാണ് ഇപ്പൊ നീട്ടിവെച്ചിരിക്കുന്നത്. ഇലക്ഷൻ അപ്പോഴും മാറുന്നില്ല. 2011 ഡിസംബർ 11-നാണ്. ആ 11-ന് ഇലക്ഷൻ ഉണ്ട് കേരളത്തിൽ. നേരത്തെ 4 എന്നുള്ളത് 11 ആക്കി. ഒരാഴ്ച. ഇത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ട് ആ കേസിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മോട്ടീവ് കംപ്ലീറ്റ്ലി ഇൽമോട്ടീവാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്ന ഒരവസരമാണ് ഇപ്പൊ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ധ്രുവറാട്ടി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂട്യൂബറുടെ വീഡിയോ. അത് കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസിനെ നിശിതമായി പലപ്പോഴും വിമർശിക്കുന്ന വീഡിയോഗ്രാഫറാണ്. എന്താണ് ബീഹാറിൽ നടന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ, ഒരു ഇൻഡിപെൻഡന്റ് വ്യൂ. അത് മാധ്യമങ്ങൾക്ക് അതിലെല്ലാവർക്കും താല്പര്യം. പക്ഷെ എന്താണ് ഇന്ത്യൻ ഡെമോക്രസിയിൽ നടക്കുന്നത്? ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധമായ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സർസൈസുകളാണ് എല്ലാത്തിനും. ഇലക്ഷന്റെ തലേ ദിവസം 10,000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വോട്ടറിന്റെ പോളിംഗ് ബൂത്തിനകത്ത് വെച്ച്, അതെ, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരുടെ വാക്കിയ പോളിംഗ് ബൂത്തിനകത്ത് വെച്ച് അവരുടെ ഒരു പ്രത്യേക ഏജന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അംഗനവാടി ടീച്ചറുടെ ഒരു ഹിന്ദി ബോർഡുണ്ട്. അവര് ബൂത്തിനകത്ത് ഓഫീസ് വെച്ച് തോന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് 10,000 രൂപ വന്നോ ബാങ്ക് അക്കൗണ്ടിലേക്ക്? വന്നിട്ടുണ്ട്. വന്നിട്ടില്ല കാലം നാളെ വരും. വീണ്ടും നിങ്ങൾക്കോട് അവരോട് പറയാണ്, നിങ്ങൾക്ക് വീണ്ടും 1,00,000 രൂപ വരും എന്ന് പോളിംഗ് ബൂത്തിനകത്ത് പറയാണ്. അവിടെ എതിർക്കുമ്പോൾ പോലീസ് വന്നവരെ എടുക്കുന്നവരെ നീക്കം ചെയ്യാറ്. ഇതാണ് ആ വീഡിയോഗ്രാഫറുടെ തെളിവടക്കം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിലുണ്ടായ ക്രമക്കേടുകൾ, ഇങ്ങനെയുള്ള ക്രമക്കേടുകളെല്ലാം അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കാറുള്ളൊരു ആവശ്യം വന്നാൽ വിമർശിക്കാനുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യയെ ഏറ്റവും അറിയപ്പെടുന്ന യൂട്യൂബർ. പല ഏജൻസികളും അങ്ങനെ ഇൻഡിപെൻഡന്റ് ഏജൻസികളും വന്നിട്ടുണ്ട്. അപ്പൊ ഈ SIR എന്ന് പറയുന്നത് എന്തിനാണ് ധൃതി കാണിക്കേണ്ടത്? അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നേരത്തെ നടപ്പിലാക്കേണ്ടായിരുന്നു. 1 വർഷം എടുക്കേണ്ട പ്രക്രിയയാണ് ഇപ്പൊ 2 മാസം കൊണ്ട് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എത്ര BLOമാർ ആത്മഹത്യ ചെയ്തു ഇന്ത്യയിൽ? എത്ര BLOമാരാണ് ആത്മഹത്യ ചെയ്യുന്നത്? 1, 2, 3, 4 ആണ്. അപ്പൊ അതിനൊന്നും ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ട് ഈ നീട്ടുന്ന ഒരാഴ്ചക്കാലം അത് കോടതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ന്യായം മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിക്കുണ്ട്. അത് കേരളത്തിലെ PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പറ്റില്ലാത്ത നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് കോൺഗ്രസ്. നിങ്ങളൊന്ന് ചോദിക്കണം അദ്ദേഹത്തോട്. അടുത്തൊരു പ്രാവശ്യം ചോദ്യം അവസരം കിട്ടിയാലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പൊ പിണറായി വിജയനെതിരായിട്ട് ഒരു വാചകം പറഞ്ഞിട്ട് ഒരാൾക്ക് ആ പാർട്ടിയെ നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. CPM-നകത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകർ പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? നമുക്ക് അനുഭവമുണ്ട്. അവർക്ക് അങ്ങനെ പറഞ്ഞവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളപ്പം വടകരയിലെ കൂടെ ഒക്കെ നടന്നുപോയ അനുഭവമുണ്ട് നമുക്ക്. BJP-യിൽ ആ വഴിയിലൂടെ നടന്നു പോലെ, BJP-യിൽ ആവണ്ട, BJP-യിലെ വഴിയിലൂടെ നടന്നു പോകുന്നവരാരെങ്കിലും മോഡിയുടെ വാക്കിലെ കൂടെ എന്തെങ്കിലും മോശം. ഞങ്ങളുടെ പാർട്ടി കുറച്ച് ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ്. അപ്പോൾ ജനാധിപത്യം കൂടുതലുള്ള പാർട്ടി ഞങ്ങളുടെ പാർട്ടിയെ, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളായിരുന്നു. മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത ബോഡിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രധാന പദവിയിൽ ഇരുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് പക്ഷേ ആ അഭിപ്രായം ആ വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും. പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാണ്. നരേന്ദ്രമോദി നടത്തുന്നത് ഫാസിസ്റ്റ് നയങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായി പോകുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണത്തെക്കാൾ ഭീകരമാണ് ഇപ്പോഴത്തെ കാലം. കാരണം പൗരാവകാശത്തെയും ജനാധിപത്യത്തെയും പോലും ഇതുപോലെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല, കശാപ്പ് ചെയ്യുന്ന കാലം ഉണ്ടായിട്ടില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ശക്തമാണ്, കൃത്യമാണ്. പാർട്ടി ഒറ്റക്കെട്ടായി പോലെ പാർട്ടിയിൽ എന്ത് പാർട്ടി
നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അത്രേ ഉള്ളൂ. BJP നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. വഖഫ് ബില്ല് ചർച്ച വന്ന കാലം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. വഖഫ് ബില്ല് പാർലമെന്റിൽ ചർച്ച ചെയ്ത സമയത്ത് കിരൺ റിജു അന്ന് പറഞ്ഞ മറുപടി ഞങ്ങൾ ചോദിച്ചു. ഞാനന്ന് പ്രസംഗിച്ചതാണ്, മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യം പാർലമെന്റിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ച ആളാണ്. ഇവിടെ പ്രചരിപ്പിച്ച എന്താണ്? മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് ഇന്നലാരോ പറഞ്ഞത്. മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലാകമാനം വഖഫ് ബില്ല് BJP കൊണ്ടുവന്നതെന്നല്ല പ്രചരണം. പക്ഷെ അവസാനം അയാൾ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു ഈ ബില്ല് കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയില്ല. ഇതൊക്കെ ഡ്രാമ, നാടകം. ഇപ്പൊ ഞാൻ കേട്ടത് ക്രിസ്മസ് കാലത്ത് വീണ്ടും ഇപ്പം വിരുന്ന് നടത്താൻ പോകുന്ന കേട്ടത്. കഴിഞ്ഞ വിരുന്നിന്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് കടന്നാക്രമിച്ചത്. അത് പല പേരിൽ വരും. ബജരംഗ് ദൾ എന്ന് പറയും, ചിലയിടത്ത് വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയും, ചിലയിടത്ത് RSS എന്ന് പറയും. പല പേരുകളിലായിരിക്കും വരുന്നത്. മധ്യപ്രദേശിൽ ആക്രമിച്ചു. ഒഡീസയിൽ അച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലോ, എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാലോ. അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ ഇപ്പോഴും പറ്റും അച്ഛനെ. എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് രാജസ്ഥാനിൽ പാസ്റ്റർമാർക്കെതിരെ കേസെടുത്ത് ജയിലിലിട്ടത് മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരുടെ ഈ അജണ്ട ഇലക്ഷൻ ഓറിയന്റഡ് അജണ്ടയാണെന്ന് മനസ്സിലാക്കാത്തവരാണോ കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ? കൃത്യമായിട്ട് മനസ്സിലാവും. ഇലക്ഷന് വേണ്ടിയിട്ട് അന്നേരം കേക്ക് കൊടുക്കും. കേക്ക് കൊടുക്കേണ്ടത് കൈകൊണ്ട് കൊടുക്കുന്ന കേക്കല്ല. നിങ്ങളുടെ മനസ്സിലാണ് ഇത്തിരി ഒരു സ്നേഹവും ദയയും സഹജീവികളും താല്പര്യം ഉണ്ടാവുന്നത്. അതിന്റെ ഒരു സെക്യുലർ മനോഭാവം ഉണ്ടാവുന്നത് മനസ്സിലാണ്. അത് അവർക്കില്ലല്ലോ. എന്നതാ കാര്യം? അതെ, ആ വിഷയത്തില് 4 തവണ ഞാൻ പ്രതികരിച്ചു. ഇന്ന് രാവിലെയും പ്രതികരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എല്ലായിടത്തും മാധ്യമ പ്രവർത്തകരൊക്കെ ഇവരെല്ലാം ഉണ്ടായിരുന്നു അവിടെ. 4 വിഷയത്തിൽ പ്രതികരിച്ചു. ഇത് എല്ലാ പ്രസ് കോൺഫറൻസും നിങ്ങൾ ഇത് ചോദിക്കുന്ന എനിക്കറിയാം. എന്ന് നിങ്ങൾ പറഞ്ഞേക്കുന്നവർ പറയുന്നുണ്ട്. ഇന്ന ചോദ്യം ചോദിച്ചിരിക്കണം പത്രസമ്മേളനത്തിൽ. ഈ ചോദ്യം ഞങ്ങൾക്കറിയാം. ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതൊക്കെ അറിയാം. ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ആർക്കൊക്കെ എതിരായി ചോദ്യം ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വരുന്നതാണെന്ന് എനിക്കറിയാം. അപ്പൊ ആ ചോദ്യങ്ങൾ പക്ഷെ ഞങ്ങൾക്കൊന്നുണ്ട്. 4 പ്രാവശ്യം മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കാമെന്നാണ് ഉത്തരവ്. ഞങ്ങളുടെ പാർട്ടി അക്കാര്യത്തിൽ ക്ലിയറായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പാർട്ടിയിലെ നേതാക്കന്മാർ ആലോചിച്ച് പറഞ്ഞ നിലപാടാണ്. ആ നിലപാട് അതിനോട് നിൽക്കുക. ശരി. അതിന്റെ സംഗതി നിങ്ങൾ അറിയും. വിചിത്രമായിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കുറ്റം ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ FIR ഇട്ടുന്നത് ആരാണോ പ്രതികൾ അവർക്കതിന്റെ വിവരം കിട്ടും, വിശദാംശങ്ങൾ കിട്ടുന്നല്ലോ. നിങ്ങൾ മീഡിയക്കെല്ലാം വിവരം കിട്ടിയിട്ടുണ്ട്. FIRന്റെ കോപ്പി മീഡിയകളുടെ കയ്യിലുണ്ട്. ED ആണ് പെറ്റീഷൻ ഉള്ളത്. ED അത് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊടുത്തത്. പോലീസ് സ്റ്റേഷന്റെ കയ്യിൽ അതുണ്ട്. EDയുടെ കയ്യിലുണ്ട്, പോലീസ് സ്റ്റേഷന്റെ കയ്യിലും മീഡിയയുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതിൽ പ്രതിയാണെന്ന് പറയപ്പെടുന്ന സോണിയാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല, സാമിട്ടോടൊക്കെ കിട്ടിയിട്ടില്ല, അവർക്കാർക്കും കിട്ടിയിട്ടില്ല. ഇതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അവർക്ക് എല്ലാ കാലത്തും മറ്റു വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അജണ്ട വേണം. അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ചെയ്യാൻ ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഒരു നേതാവല്ലേ ഉള്ളൂ, രാഹുൽ ഗാന്ധി, ഇപ്പൊ സോണിയാഗാന്ധി. അവരെത്ര കാലമായി ടാർഗറ്റ് ചെയ്യുന്നത്? ഇവരിപ്പം ഭരിക്കുന്ന 11 കൊല്ലക്കാരായില്ലേ? 11 കൊല്ലം കഴിഞ്ഞ് 11 കൊല്ലക്കാരായില്ലേ? ഞങ്ങളെല്ലാം ഭരിക്കുന്നത്. ഈ കേസും പുകമറയും ED ഒക്കെ 11 കൊല്ലക്കാരായി വേട്ടയാടുകയല്ലേ? ഭയന്ന് ഓടിയിട്ടുണ്ട്. മുഖത്ത് നോക്കി, മോഡിയുടെ മുഖത്ത് നോക്കി ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ രാഹുൽ ഗാന്ധി 1 ഇഞ്ച് പിന്നോട്ടുണ്ടോ? 1 ഇഞ്ച് പിന്നോട്ടുണ്ടോ? അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്തു. ഒരു പാർലമെന്റ് മെമ്പറായിട്ട് ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യിച്ചു. പിന്നീട് വീണ്ടും പോരാടിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ. ഈ ED ചെയ്തതാണെന്ന് പാർട്ടിക്ക് ഉണ്ടായിരുന്ന കയ്യിലാണ് എല്ലാ തുകയും എടുത്തവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഭീഷണി കൊണ്ടൊന്നും ഈ പകപോക്കൽ രാഷ്ട്രീയം കൊണ്ടൊന്നും ഞങ്ങൾ ആരും പിന്തിരിഞ്ഞു പോവില്ല. ഒട്ടും പിന്തിരിഞ്ഞു പോവില്ല ഗാന്ധി കാലത്ത്. അത് സോണിയാഗാന്ധിയും അതെ, രാഹുൽ ഗാന്ധിയും അതെ, എല്ലാവരും അതെ. അത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനൊക്കെ കിട്ടാനല്ല. നിയമപരമായി പാലിക്കേണ്ട, മര്യാദക്ക് പാലിക്കേണ്ട കീഴ്വഴക്കുന്നത് പോലും പ്രതികൾക്കുള്ള ഒരു മൗലിക അവകാശമാണ്. എന്താണ് അവരുടെ പേരിലെ ചാർജ് ഷീറ്റ് എന്ന് അവർക്കറിയുക. ഒരു FIR അവർക്കറിയാവുന്നത്
ഞാൻ അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. അതുപോലും അനുവദിക്കാതെ അവരായതിനു മുമ്പേ അവരുടെ കുറ്റപത്രങ്ങൾ മുഴുവൻ എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് കോൺസ്പിറസി. ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ മോഡിയുടെ ടൂൾ അല്ലേ? എതിരാളികളെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള ടൂള്. CBI അതന്നെ, ഇലക്ഷൻ കമ്മീഷനും അതന്നെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഇത്. പക്ഷെ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയന്നുകൊണ്ടുള്ള പ്രശ്നമില്ല. വർദ്ധിത ബീജത്തോടെ ഞങ്ങൾ ഇത് കുറച്ചും കൂടെ ആവേശം പകരും ഈ കേസുകൾ. അവരെ കേസുമായിരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് 1% പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ട്. സത്യസന്ധമായിട്ട് രാഷ്ട്രീയം നടത്തുന്നവരാണ് അവരെല്ലാം. അതുകൊണ്ട് ഇത്തരം കള്ളക്കേസുകളൊന്നും വന്നാൽ ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ 11 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലോ തന്നെ അവർ ഞങ്ങൾ ഒരു വിശ്വാസത്തിനും ഇത് ആ വിശ്വാസത്തിനും മുന്നോട്ട് പോകും. കേരളത്തിൽ ED വരുമ്പോൾ അരണയുടെ സ്വഭാവമാണ്. ഇവര് പെട്ടെന്ന് മറന്നു പോകും. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അല്ലെങ്കിൽ 41 പ്രാവശ്യം എന്തിനാ ലാവ്ലിൻ കേസ് 41 പ്രാവശ്യം മാറ്റിവെച്ചത്? ഒരു പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇത്രയും മാറ്റിവെച്ചൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ? അതിനാ. ഓക്കെ, താങ്ക് യു.